നിങ്ങളുടെ അച്ഛൻ പെൻഷൻ പറ്റി വീട്ടിലിരിക്കുന്നത് ദാസേട്ടാ എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയോ? ഇപ്പോഴീ വീട്ടിലൂടെ കണ്ണു തുറന്ന് നടക്കാൻ ഓരോരോ കോപ്രായങ്ങള്, അതും വയസ്സാം കാലത്ത്. ഈ മുതുകിളവനാട്ടം കൂടി കാണാനുള്ള യോഗമുണ്ടാവും എന്റെ ജാതകത്തിൽ. അല്ലാതെ എന്താ ഞാനിപ്പോ ഇതിനെല്ലാം പറയാ? കയ്യിലിരുന്ന കുടിവെള്ളത്തിന്റെ ജഗ് മേശപ്പുറത്ത് ശബ്ദത്തോടെ വെക്കുന്നതിനോടൊപ്പം തന്നെ പരാതി കെട്ടുകൂടി അഴിച്ചു വിതറി തന്നെ നോക്കുന്നവളെ ദയനീയമായി തന്നെ ഇന്നും നോക്കി ദാസൻ. ഈ അച്ഛൻ ഇന്നും എന്നെ പട്ടിണി കിടത്തുമല്ലോ എന്റെ ഭഗവാനെ എന്നൊരു ആത്മകഥത്തോടെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് മേശയിൽ ചാരി നിൽക്കുന്ന അനുവിനരികിലേക്ക് എത്തിയവൻ. ഇന്നെന്താ അനൂട്ടി നീ കണ്ടത്? അച്ഛൻ അമ്മയ്ക്ക് ചോറ് വാരി കൊടുക്കുന്നതാണോ അതോ മുടി ചീവി കെട്ടി പൂ വെക്കുന്നതാണോ? പറഞ്ഞിട്ടും പറഞ്ഞിട്ടും തീരാത്തതുപോലെ പിന്നെയും വെറുവെറുത്തുകൊണ്ടിരിക്കുന്നവളുടെ കവിളിലൊന്ന് പിച്ചി വലിച്ച് ദാസൻ ചിരി ഒളിപ്പിച്ച് ചോദിച്ചതും അവന്റെ കൈ തന്റെ കവിളിൽ നിന്നും ശക്തിയായി തട്ടിയെറിഞ്ഞു അനു. ഒപ്പം തനിക്കടുത്തേക്ക് കൊഞ്ചി ചേർന്ന് വരുന്നവനെ പിന്നോക്കം തള്ളി അയറ്റുക കൂടി ചെയ്തവൾ. നീ എന്നാത്തിനടി ഇങ്ങനെ? മനുഷ്യൻ എപ്പോ തൊട്ടാലും ആടിന്റെ മേത്ത് വെള്ളം തളിച്ച പോലെ തുള്ളിത്തെറിച്ച് മനുഷ്യനെ തള്ളി മാറ്റിക്കൊണ്ട് തള്ളി വിട്ടെടുത്ത് നിന്ന് തിരികെ വന്ന അനുവിന്റെ ദേഹത്ത് തന്നെ ഒട്ടിച്ചേർന്ന് ദാസൻ പരിഭവം പറഞ്ഞ് മുഖം വീർപ്പിച്ചതും അവനെ കനപ്പിച്ചൊന്ന് നോക്കി അനു. അതോടെ അവളിൽ നിന്ന് അകന്ന് തിരികെ ബെഡിൽ തന്നെ പോയിരുന്നു ദാസൻ. അവന്റെ നോട്ടം അപ്പോഴും അനുവിൽ തന്നെയാണ്. അതറിഞ്ഞതും അനുവിന്റെ കണ്ണുകളും കൂർത്തു. അവന് നേരെ. ആകെ ആഴ്ചയിൽ 2 ദിവസമാണ് മനുഷ്യൻ വീട്ടിലേക്ക് വരുന്നത്. അതും ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് ലീവ് ഒപ്പിച്ച് കെട്ടിയ പെണ്ണിന്റെ കൂടെ നിൽക്കാനുള്ള കൊതി കൊണ്ട്. എന്നിട്ട് വീട്ടിൽ വന്നാൽ ഇവിടെ ഒരുത്തിക്ക് വല്ലപ്പോഴും വരുന്ന കെട്ടിയവനെ നോക്കാനോ അവനൊപ്പം ഇരുന്നും കിടന്നും ഭാവി തലമുറയെ വാർക്കാനും ഒന്നും സമയവും നേരവുമില്ല. ഉള്ള സമയം മുഴുവൻ അമ്മായിയപ്പന്റെയും അമ്മായിയമ്മയുടെയും പിന്നാലെ നടന്ന് അവരുടെ സീൻ പിടിച്ച് അത് കുറ്റമാക്കി പറഞ്ഞ് നടക്കുകയാണ് അവൾ ഒരുത്തി. തന്നെ കൂർപ്പിച്ച് നോക്കുന്നവളെ അതേപോലെ തന്നെ തിരിച്ചു നോക്കി ദാസൻ പറഞ്ഞതും മുറിയിൽ നിന്ന് വെട്ടിത്തിരിഞ്ഞിറങ്ങിപ്പോയി അനു. അങ്ങനെ ഇന്നത്തെ രാത്രി നിങ്ങൾ കാരണം എന്റെ കാര്യം ഗോവിന്റെ ആയല്ലോ എന്റെ പൊന്നച്ചാന്ന് പറഞ്ഞ് ദാസൻ കിടക്കയിലേക്ക് മലർന്നു കിടന്നു. ഒട്ടു നേരത്തെ കിടപ്പിന് ശേഷം ചുണ്ടിലൊരു പുഞ്ചിരിയുമായി കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് അച്ഛന്റെ മുറിക്ക് നേരെ ദാസൻ നടന്നതും അവനെതിരെ വന്ന അനു എങ്ങോട്ടേ കാണുന്നത് പോലെ അവനെ നോക്കി. ആ നോട്ടം പറഞ്ഞതും അവളെ ഒരാളെ കണ്ട ഭാവം നടിക്കാതെ അച്ഛന്റെ മുറിവാതിൽ ചെറുതായിരുന്നു തട്ടി പുറത്ത് കാത്തുനിന്നു ദാസൻ. ദാസൂട്ടാ കയറി വട മോനെ. അകത്ത് അമ്മയുടെ ശബ്ദം കേട്ടതും വാതിൽ തള്ളി തുറന്ന് ദാസൻ മുമ്പിലെ കാഴ്ചയിൽ പല്ലൊന്നിറുമി. അമ്മയുടെ മടിയിൽ തലവച്ച് തന്നെ നോക്കി ചിരിക്കുന്ന അച്ഛൻ. ആ ചിരിയിൽ അച്ഛനൊളിപ്പിച്ച കളിയാക്കൽ കണ്ടതും അവൻ വേഗത്തിൽ അമ്മയ്ക്കടുത്തെത്തി അച്ഛനെ ആ മടിയിൽ നിന്ന് തള്ളി മാറ്റി പകരം അവിടെ തലവച്ച് കിടന്ന് അച്ഛനെ പൊച്ചിച്ചു. ഇതെന്റെ ഭാര്യയാണ്, ഞാനാണ് ഇവിടെ കിടക്കേണ്ടത്. നിനക്ക് കിടക്കാനും കെട്ടിപ്പിടിക്കാനും ഒക്കെ സ്വന്തമായിട്ട് ഒരുത്തി ഇല്ലേടാ. അവളുടെ അടുത്തോട്ട് ചെല്ലു നീ. ദാസനെ വലിച്ച് താഴെയിടാൻ നോക്കി അച്ഛൻ പറയുന്നതും അവൻ അച്ഛനെ കനപ്പിച്ചൊന്ന് നോക്കി. അത് കണ്ടതും അച്ഛന്റെ മുഖത്തൊരു കള്ളച്ചിരി തെളിഞ്ഞു. അവൾ ഇന്ന് നിന്നോട് പിണങ്ങിയല്ലേടാ? സോറി. ദാസനോട് ചേർന്ന് കിടന്ന അച്ഛൻ പറഞ്ഞതും അച്ഛനെ സൂക്ഷിച്ചു നോക്കിയവൻ. ഇന്നെന്താണ് രണ്ടും കൂടി എന്റെ പെണ്ണിന്റെ മുന്നിൽ വെച്ച് ഒപ്പിച്ചത്? സത്യം പറയാലോ, അച്ഛൻ റിട്ടയർ ആയതിൽ പിന്നെ അച്ഛൻ വല്ലാതെ വഷളായിട്ടുണ്ടെന്നാണ് എന്റെ പെണ്ണ് വെറുതെ പറയുന്നല്ല കേട്ടോ. ചെറുപ്പക്കാർക്കില്ലാത്ത ഇളക്കമാണ് അച്ഛന്. അനുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മുതുകിളവനാട്ടം. ദാസൻ പറഞ്ഞതും ഒരു പൊട്ടിച്ചിരി ഉയർന്ന അച്ഛനിൽ നിന്നും. ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഒരു ഉമ്മ കൊടുത്തത് അവൾ കണ്ടതിനാണോടാ അവൾ എന്നെ മുതുകിളവനാക്കിയത്? ഞാനേ ചെറുപ്പക്കാരൻ. ചിരിമായാതെ പറയുന്ന അച്ഛനെ ഇറുക്കി തന്നോട് ചേർത്ത് പിടിച്ചു ദാസൻ പെട്ടെന്ന്. അവന്റെ ചേർത്ത് പിടിക്കൽ അറിഞ്ഞതും ചിരി നിർത്തി അവനെ നോക്കി അച്ഛനും അമ്മയും. നാളെ മടങ്ങുമ്പോൾ ഞാൻ അനുവിനെയും കൂടെ കൊണ്ടുപോവാണച്ചാ. അവിടെ ക്വാർട്ടേഴ്സ് എല്ലാം റെഡിയാണ്. ദാസൻ പറഞ്ഞതും നിശബ്ദമായി അവനെ നോക്കിയവർ. നിങ്ങളെ രണ്ടാളെയും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണച്ചാ. ഈ കുറ്റം പറച്ചിലും പരാതിയും ഞാൻ അവൾക്കൊപ്പം ഇല്ലാത്തത് കൊണ്ടാണ്. പാവം പെണ്ണല്ലേ അവള്. എന്നോടുള്ള സ്നേഹം കൊണ്ടുള്ള പരാതിയാണിതെല്ലാം. അവളോട് ദേഷ്യമൊന്നും തോന്നല്ലേ കേട്ടോ രണ്ടാൾക്കും. അനുവിനോടുള്ള സ്നേഹത്താൽ വിങ്ങുന്ന സ്വരത്തിൽ ദാസൻ പറഞ്ഞതും അവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചച്ഛൻ. ഞങ്ങൾക്കറിയാടാ അവള് പാവം കുട്ടിയാണെന്ന്. നിന്നോടുള്ള സ്നേഹക്കൂടുതലാണ് ഞങ്ങളോടുള്ള പരിഭവമായിട്ട് മാറുന്നത്. അവളെയും കൂടി പോയി കുറച്ചു കാലം അവളുടെ മാത്രമായി ജീവിക്കുന്നീ. അങ്ങനെ ജീവിക്കുമ്പോഴേ ഈ ഞങ്ങളെയും ഞങ്ങളുടെ സ്നേഹത്തെയും അവൾക്ക് പരിഭവം ഏതുമില്ലാതെ പൂർണ്ണ മനസ്സോടെ ഉൾക്കൊള്ളാൻ പറ്റൂ. എന്റെ ജോലി തിരക്ക് കാരണം ഒത്തിരി കാലം നിന്റെ അമ്മയ്ക്ക് എന്നെ വേർപിരിഞ്ഞ് നിൽക്കേണ്ടി വന്നത് കണ്ടറിഞ്ഞ് വളർന്ന മകനല്ലേ നീ. അന്ന് നിന്റെ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റാതെ ഞാൻ മാറ്റിവെച്ച സ്നേഹമാണ് ഇപ്പൊ ഞാൻ അവൾക്ക് കൊടുക്കുന്നത്. അതൊക്കെ ഞാനൊന്ന് കൊടുത്ത് തീർക്കുമ്പോഴേക്കും നിങ്ങൾ പോയി സ്നേഹത്തിന്റെ കടമേതുമില്ലാതെ സ്നേഹിച്ച് ജീവിച്ച് തിരിച്ചുവാടാ. സ്നേഹത്തോട് തന്നെ തഴുകി തലോടി പറയുന്ന അച്ഛനെ നോക്കി കണ്ണിറുക്കി അമ്മയുടെ മുഖനിറയെ ഉമ്മ വെച്ച് ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ഒരുങ്ങി ദാസൻ. എനിക്കും കൂടി 2 ഉമ്മ താടാ. ഞാൻ നിന്റെ അച്ഛനല്ലേടാ. അമ്മ ഞാൻ തന്ന ഉമ്മയിൽ നിന്ന് ഒരെണ്ണം 2 എന്റെ വകയെ അച്ഛന് കൊടുത്തേക്ക് കിട്ടോ. പരിഭവം പറയുന്ന അച്ഛനെ ചിരിയോടെ നോക്കി ദാസൻ പറഞ്ഞതും ചിരിയോടമ്മ അച്ഛന് പുറകിൽ പതുങ്ങിയതും മനസ്സ് നിറഞ്ഞുപോയി ദാസന്. അതുപോലെ ഈ സംസാരമെല്ലാം കേട്ട് വാതിൽ പുറത്ത് നിന്നിരുന്ന അനുവിന്റെ കണ്ണിലും 2 തുള്ളി കണ്ണുനീര് തിളങ്ങി. തന്നെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന ഒരു കുടുംബത്തെ സ്വന്തമായി കിട്ടിയതോർത്ത് ഇഷ്ടമാണ് ഇവിടുത്തെ അമ്മയും അച്ഛനെയും ദാസേട്ടനോളം തന്നെ. പക്ഷെ അമ്മയോടുള്ള അച്ഛന്റെ സ്നേഹവും പരിഗണനയും കാണുമ്പോൾ ദാസേട്ടൻ താൻ ആഗ്രഹിക്കുമ്പോൾ തനിക്കരികിൽ ഇല്ലല്ലോ എന്ന ദേഷ്യം മനസ്സിലാകെ നിറയും. പിന്നെ കാണുന്നതിനോടും കേൾക്കുന്നതിനോടും എല്ലാം പരാതിയും പരിഭവവുമാണ് തനിക്ക്.
ജോലിമാറ്റം കിട്ടാൻ ദാസേട്ടന് ബുദ്ധിമുട്ടാണെന്ന് അറിഞ്ഞതും താൻ വാശി പിടിച്ചപ്പോൾ തന്നെ കൂടെ കൊണ്ടുപോകാനുള്ളതെല്ലാം ചെയ്തു വന്നിട്ടാണ് ദാസേട്ടൻ തന്റെ മുമ്പിൽ ഈ 2 ദിവസം നിന്നതും തന്റെ പരാതിയും പരിഭവവും എല്ലാം കേട്ടതും ഇതുമെല്ലാം ഓർത്തതും ദാസേട്ടനോടുള്ള സ്നേഹത്താൽ വിങ്ങി അവൾക്കുള്ള അവന്റെ നെഞ്ചിൽ ചേരാനും അവനിൽ അലിയാനും അവൾ അത്രയും മോഹിച്ചതും ദാസന്റെ കൈകൾ അവളെ എടുത്തുയർത്തി മുറിയിലേക്ക് നടന്നിരുന്നു. അവരുടെ പ്രണയലോകത്തേക്ക് ഒരാളിൽ മറ്റൊരാൾ ലയിച്ചു തീരും വരെ പ്രണയിക്കാൻ. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്